ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പതിവ് പോലെ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ്. വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണണമല്ലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി അച്ചാറാണ്. പപ്പായ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഒരു അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്, അതും അച്ചാർ പൊടി ഇല്ലാതെ. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പപ്പായ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അധികം കനത്തിൽ പപ്പായ അരിയരുത്. ഇനി അതിലേക്ക് വേണ്ടിയുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അധികം കാലം സ്റ്റോർ ചെയ്യുന്നവർക്ക് എണ്ണ യൂസ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. കടുക് ഇവിടെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായി മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അധികകാലം സ്റ്റോർ ചെയ്യുന്നവർ കറിവേപ്പിലയും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇനി ഇതും ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അച്ചാർ പൊടി യൂസ് ചെയ്യുന്നവർ മുളക് പൊടിക്ക് പകരം അതൊന്ന് യൂസ് ചെയ്താൽ മതി. ഇനി ഈ മസാലയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടട്ടെ, അതുവരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അച്ചാർ കാണുമ്പോഴും അതിൻ്റെ സ്മെല്ലടിക്കുമ്പോഴും അത് വേറെ ആരെങ്കിലും കഴിക്കുമ്പോൾ കാണുമ്പോഴൊക്കെ നാവിൽ വെള്ളം വരുന്ന എത്ര ആളുകളുണ്ട് നമ്മുടെ ഈ വീഡിയോ കാണുന്നവരിൽ? അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പപ്പായ ചേർത്ത് കൊടുക്കാം. പപ്പായയുടെ അച്ചാർ ആരൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്? പപ്പായയുടെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇതധികം കുക്ക് ചെയ്യരുത്. കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പപ്പായയുടെ അച്ചാറിന് ഇത് അത്ര ടേസ്റ്റ് കിട്ടില്ല. അതുപോലെ തന്നെ ഉണ്ടാക്കി അന്ന് തന്നെ പപ്പായയുടെ അച്ചാർ കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇത് എടുക്കുന്നതാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ കുറച്ച് മുളക് പൊടിയുടെ കുറവുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ, എന്നിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അച്ചാറിൽ ഒരു പൊടിക്ക് ഉപ്പ് മുന്നിട്ട് നിൽക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ്. വിനാഗിരി യൂസ് ചെയ്യുന്ന അച്ചാറായതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനും ടേസ്റ്റിനും അനുസരിച്ച് നിങ്ങൾക്കും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കായമാണ്. പെരുങ്കായത്തിൻ്റെ പൊടി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ ഒരു പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടേബിൾ സ്പൂൺ കായം പൗഡർ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്ര കുക്കായാൽ മതി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. കടിക്കാൻ കിട്ടുന്നൊരു പാകത്തിൽ പപ്പായ ഇരിക്കണം, അതാണ് ഇതിൻ്റെ ഒരു പാകം. ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കായം പൗഡർ. ഞാനിത് ചീനച്ചട്ടിയിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ചെറു ചൂടോടുകൂടി തന്നെ ഞാനിവിടെ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ടേസ്റ്റി അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇങ്ങനെ അച്ചാറിൻ്റെ ഫാൻസ് ഏറ്റവും കൂടുതൽ ലേഡീസാണല്ലേ. ഇങ്ങനെ അച്ചാർ കണ്ടപ്പോഴേക്കും നാവിൽ വെള്ളം വന്നിട്ടുള്ള എത്ര ആൾക്കാരുണ്ട് ഇവിടെ?
അവർ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാൻ മറക്കല്ലേ. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. വിനാഗിരി നിങ്ങളുടെ പാകത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. വിനാഗിരി ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പും ബാലൻസ്ഡ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ അച്ചാർ ഇനി നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് കഴിച്ചു നോക്കാം. അപ്പോൾ ഞാൻ വീണ്ടും പറയട്ടെ, ഇങ്ങനത്തെ കുക്കിംഗ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.